പാലക്കാട് ധോണിയിൽ നിന്ന് വനംവകുപ്പ് പിടികൂടിയ PT-7 കാട്ടാനയുടെ കാഴ്ച വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് DFO ജോസഫ് തോമസ് പറയുന്നു. ചികിത്സ തുടർന്നിട്ടും കാഴ്ചയിൽ വലിയ പുരോഗതി കിട്ടിയില്ല. ആനയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തൽക്കാലം ഇല്ല. ആനയെ കാട്ടിലേക്ക് വിടണമെന്ന് തന്നെയാണ് വനംവകുപ്പിൻ്റെ നിലപാടെന്നും DFO ജോസഫ് തോമസ് പറഞ്ഞു. അപ്പോൾ നമ്മൾ പിടിക്കുന്നതിന് മുമ്പായിട്ട് അതിന് കാഴ്ചയ്ക്ക് ചെറിയൊരു കുറവ്, ഇടത്ത കണ്ണിന് ചെറിയൊരു കാഴ്ച കുറവുണ്ടെന്ന് അന്ന് തന്നെ നമ്മൾ വിലയിരുത്തിയിരുന്നു. അതിനുശേഷം ഇത് PT-7 പിടിച്ച ശേഷം ഒരു ഡോക്ടർമാരടങ്ങുന്ന ഒരു വിദഗ്ധ സംഘം കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ ലെഫ്റ്റ് കണ്ണിൽ ഒരു അഡ്വാൻസ് കാറ്ററാക്റ്റ് ആണെന്ന് പറയുന്നത്. തിരിച്ച് കാട്ടിലേക്ക് അയക്കുന്നത് വനവകുപ്പിന് പൂർണ്ണ സന്തോഷമാണ്. കാട്ടിലേക്ക് അയക്കണല്ലോ, വന്യമൃഗങ്ങൾ കാട്ടിൽ തന്നെ ആവണം. പക്ഷെ അത് നമ്മൾ ആ ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായവും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കിയിട്ടാണ് പൊതുജനങ്ങളുടെ ഈ പറഞ്ഞ പോലെ റിസ്ക്കും ഇതെല്ലാം പരിഗണിച്ചിട്ട് തന്നെയാണ് വനവകുപ്പ് ഒരു തീരുമാനം എടുക്കുന്നത്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് നിഖിൽ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഒരു വർഷം മുൻപ് പിടികൂടിയ PT-7 കൊമ്പന് അതിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് DFOയുടെ പ്രതികരണം. അദ്ദേഹം പറയുന്നത് ഈ PT-7 പിടികൂടുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഇടത് കണ്ണിന് കാഴ്ച കുറവുണ്ടായിരുന്നു. അതല്ലാതെ നമ്മൾ പിടികൂടിയ സമയത്തോ അല്ലെങ്കിൽ ആ ഘട്ടത്തിലോ ഒന്നും തന്നെ അല്ല ഇതിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. നേരത്തെ തന്നെ ഈ ആനയ്ക്ക് കാഴ്ചശക്തിക്ക് കുറവുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഒരു ശസ്ത്രക്രിയ വേണ്ടി വരില്ല, അതല്ലാതെ തന്നെ കാഴ്ചശക്തി വീണ്ടെടുക്കാൻ കഴിയുമെന്നായിരുന്നു അന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. ഒരു പക്ഷേ 6 മാസം കൊണ്ടൊക്കെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴും വ്യക്തമാക്കുന്നത് PT-7 കാഴ്ചശക്തി പൂർണ്ണമായി തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഇടത്തെ കണ്ണിനുണ്ടായിരുന്ന പരിമിതി അതുപോലെ തന്നെ തുടരുകയാണ്. ഇക്കാലയളവിൽ ചികിത്സ നൽകിയിട്ടൊന്നും തന്നെ അത് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം PT-7 എന്ന് പറയുമ്പോൾ ആ നാടിനെ ആകെ വിറപ്പിച്ചൊരു കൊമ്പനാണ്. ശിവരാമൻ എന്ന വയോധികന്റെ ജീവനെടുത്ത പല കൃഷിയിടങ്ങളും അതോടൊപ്പം തന്നെ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ തകർത്തൊരു കൊമ്പനാണ്. ധോണിക്കാരുടെ ഉറക്കം മാസങ്ങളോളം കെടുത്തിയൊരു കൊമ്പനാണ്. അതിനെ പിടികൂടിയ ശേഷം ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ അക്രമാസക്തനാവുകയും എന്നാൽ പിന്നീട് ഈ കൂടും അവിടുത്തെ പാപ്പന്മാരും ഒക്കെ നന്നായി ഇണങ്ങുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അദ്ദേഹം പറഞ്ഞത്, DFO പറഞ്ഞത്, ഒരു പക്ഷേ വനംവകുപ്പിൻ്റെ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതി അനുവദിക്കുകയാണെങ്കിൽ ഈ കൊമ്പനെ കാട്ടിലേക്ക് തന്നെ തിരികെ വിടാനാണ് വനംവകുപ്പിന് താല്പര്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഇതിനെ കുങ്കിയാനയാക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും PT-7 കുങ്കിയാനെ ആക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പിന്നീട് വനംവകുപ്പ് എത്തിച്ചേരുകയായിരുന്നു. അതായത് വനത്തിൽ വിടണോ, ഏതെങ്കിലും പരിപാലന കേന്ദ്രത്തിലേക്ക് വിടണോ, അതോ കുങ്കിയാനയാക്കണോ എന്ന കാര്യം ഈ വിദഗ്ധ സമിതിയായിരിക്കും തീരുമാനിക്കുക എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഒരുപാട് പേർ നമ്മളോട് PT-7 അപ്ഡേറ്റിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. PT-7 വളരെ ആരോഗ്യവാനായിരിക്കുന്നു, ശാന്തനായിരിക്കുന്നു. പക്ഷേ ഇടത് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഉള്ള കുറവ് ഇതുവരെ അത് നികത്താനായിട്ടില്ല. അത് അങ്ങനെ തന്നെ തുടരുകയാണ്. അതേസമയം PT-7 വനത്തിൽ വിടുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ വനംവകുപ്പ് കൂടുതലായി ആലോചിക്കുന്നത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.